ഹലോ ഗൈസ്, വയനാട് മുണ്ടകയിലുണ്ടായത് ഒരു വലിയ ദുരന്തമാണ്. നമ്മളെല്ലാവരും ടി വിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. പ്രവർത്തനത്തിൽ എല്ലാവരും കൈമേയ് മറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആരും തന്നെ മാറി നിൽക്കുന്നില്ല. എല്ലാവരും പരമാവധി സൈന്യവും അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലും സാധാരണ ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങൾ ഒലിച്ചുപോയി. അപ്പം ഭയങ്കരമായ വിഷമമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്നിരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സന്തോഷങ്ങളുമായിട്ട് നിന്നിരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഭാഗം ഫുള്ളോ മൊത്തത്തിൽ പോയി. ആളുകൾ പലരെയും പല കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടിയത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചിടിക്കുവാണ്. കാരണം അത് വലിയൊരു ദുരന്തമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ പറയുക, നമ്മൾ ശരിക്കും ആക്ട് ചെയ്തത് നല്ല രീതിയിൽ. ഇപ്പോൾ കുറേ പേരെ നമ്മൾ മാറ്റി പാർപ്പിക്കുകയും കുറേ പേരെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും കൈമേയ് മറന്ന് എന്താ പറയുക, രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഇറങ്ങി. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റു ആവശ്യ സാധനങ്ങളും ഒക്കെ എത്തിക്കുന്നുണ്ട്. എല്ലാം വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം വന്നു ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനി മുന്നോട്ടേക്ക് ഇതുപോലെ ഉരുൾപൊട്ടലുകളും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വലിയ ദുരന്തങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ആൾക്കാർ ഒരുപാട് പേര് വരും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും. കാരണം ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പല രീതിയിൽ പല വിദഗ്ധർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനിർബന്ധമാണ്. അതായത് മനുഷ്യന്മാർ ഈ പറയുന്ന ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ക്വാറികളുടെ പ്രവർത്തനം അതൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചിലർ പറയുന്നു അതല്ല, മറ്റു പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനിയും മുന്നോട്ടേക്ക് വലിയ വലിയ ദുരന്തങ്ങൾ വന്നാൽ ഒരുപാട് മരണങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. ഇനിയും ഇതുപോലെ വലിയ മഴയും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സമയത്ത് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, എങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒരു സമയത്ത് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഈ സമയങ്ങളിൽ, ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് പലരും പറയുന്നുണ്ട് ഇതിലും വലുതാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പകുതി തന്നെ പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇവിടെ നല്ല ബുദ്ധിയും വിവരവുമുള്ള, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തലപ്പത്തിരിക്കുന്ന എന്താ പറയുക, നേതാക്കന്മാരും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള, ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെന്താ വേണ്ടതെന്നുള്ളത് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ അവരൊക്കെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യണം. ഒരു സമയത്ത് വലിയ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് ഇനി എന്താ പറയുക, അതിനെ റിയാക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു പ്രശ്നം ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പം പിന്നെ അവിടെ വേറെ അതിനെക്കുറിച്ച് ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായി, ഈ പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിനുശേഷം പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇനിയും മഴയൊക്കെ പെയ്യും. മഴ പെയ്യുമ്പോൾ ഉരുൾ പൊട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇനിയും മനുഷ്യന്മാരുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ഇനിയും ഇതുപോലെ മനുഷ്യന്മാർ നശിച്ചു പോകാൻ, അല്ലെങ്കിൽ കേരളത്തിലെ എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മരണം ഇനിയും ഉണ്ടാകാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കണം എന്നും പറയുകയാണ്. അതിനു വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട രീതിയിൽ ആലോചിച്ചും കണ്ടും മുന്നോട്ടേക്ക് ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ, ഇനി ഉണ്ടായാലും മനുഷ്യരെ ബാധിക്കാതിരിക്കുവാനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആക്ട് ചെയ്യണം.